അപ്പോൾ ഇൻസ്റ്റഗ്രാം പാസ്വേഡ് നമുക്കെങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാം നോക്കാം. ആദ്യമായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഹോം പേജിലെത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രൊഫൈലിലോട്ടൊന്ന് പോവുക. പ്രൊഫൈൽ പേജിൽ നമുക്ക് മുകളിൽ റൈറ്റ് ടോപ്പിൽ 3 ലൈൻസ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ സെറ്റിങ്സ് ഐക്കണാണത്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാം സെറ്റിങ്സിൽ പോവുക. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് തന്നെ അക്കൗണ്ട് സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഏരിയ ഈ ഒരു പേജിൽ താഴെയായിട്ട് കാണാനായിട്ട് കഴിയും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഏരിയയ്ക്ക് താഴെയായിട്ട് ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടിയാണോ എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഏരിയയ്ക്ക് താഴെയായിട്ട് ഇത്തരത്തിലൊരു ബോക്സ് കാണാം. പക്ഷെ നമുക്ക് കറണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഓർമ്മയില്ല, അത് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പോൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഫോർഗോട്ടൺ യുവർ പാസ്വേഡ് എന്നുള്ള ഈ ബ്ലൂ കളറിലെ ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ താഴെ ഒരു മെസ്സേജ് വന്നതായിട്ട് കാണാം. അവർ നമ്മുടെ നിലവിൽ എഴുതിയിട്ടുള്ള ജിമെയിൽ ഐഡിയിലോട്ട് ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യുക. നിലവിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ജിമെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ മെയിൽ ഐ ഡിയിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറുവാണ്. ഇവിടെ അത്തരത്തിലൊരു ലിങ്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ ഇത്തരത്തിലൊരു ലിങ്ക് വന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ റീസെറ്റ് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇത്തരത്തിൽ ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡ് എന്നുള്ള ഏരിയയ്ക്ക് താഴെയായിട്ട് ന്യൂ പാസ്വേഡ് അതിന് താഴെ സെയിം പാസ്വേഡ് എഗെയിൻ, അതായത് കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് റീ എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളിവിടെ സെക്യൂർഡ് ആയിട്ടുള്ളൊരു പാസ്വേഡ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റീസെറ്റ് പാസ്വേഡ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ പുതിയ പാസ്വേഡ് നമുക്കിവിടെ സെറ്റ് ആവുന്നതാണ്. ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഉപയോഗപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്ത് പോവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.